Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അപ്പോൾ സി പ്രോഗ്രാമിലെ ഫസ്റ്റ് പ്രോഗ്രാം എല്ലാവരും സ്റ്റാർട്ട് ആവുന്ന പ്രോഗ്രാം ഹലോ വേർഡിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഹലോ വേർഡ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ഡിസ്പ്ലേയിൽ ഹലോ വേർഡ് പ്രിന്റ് ചെയ്യണം. അതിന്റെ പ്രോഗ്രാമാണ് ഇത്. ഇതാണ് ബേസിക് സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ. ഇത് നമുക്ക് കമ്പൈൽ റൺ ചെയ്യണമെങ്കിൽ ഇതിൽ ഓൺലൈൻ സി കമ്പൈലർ ജസ്റ്റ് റൺ ചെയ്താൽ തന്നെ കമ്പൈലും റണ്ണും കൂടി ഒരുമിച്ച് കിട്ടും. റൺ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഔട്ട്പുട്ട് പറഞ്ഞ ഹലോ വേർഡ്. ഇതാണ് ബേസിക് പ്രോഗ്രാം. ഈ ബേസിക് പ്രോഗ്രാം ഇതാണ് സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ. ഈ സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചറിൽ ആദ്യമുള്ള ഈ ഒരു പോർഷൻ ഇല്ലേ, ഹാഷ് ഇൻക്ലൂഡ് stdio.h, അതിന് പറയുന്ന പേരാണ് ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യുക. അതിനുശേഷമുള്ള ഇൻഡ് മെയിൻ പറഞ്ഞ ഫംഗ്ഷൻ ആണ്. ഈ എല്ലാ സി പ്രോഗ്രാമും സ്റ്റാർട്ട് ആവുക മെയിൻ ഫംഗ്ഷനിൽ നിന്നാവും. അപ്പൊ ഇൻഡ് മെയിൻ, അതിനുശേഷം ബ്രാക്കറ്റ്, അതിനുശേഷം കേളി ബ്രാക്കറ്റിന്റെ അകത്താണ് നമ്മൾ എഴുതിയിട്ടുള്ളത് ദിസ് പ്രിന്റ്സ് ഹലോ വേർഡ്. ദിസ് പ്രിന്റ്സ് ഹലോ വേർഡ് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കമന്റ് പ്രൊവൈഡ് ചെയ്തൊക്കെ നമുക്ക് വേറൊരാൾക്ക് പ്രോഗ്രാം കണ്ടാൽ മനസ്സിലാവണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ദിസ് പ്രിന്റ്സ് ഹലോ വേർഡ്. പിന്നെ പ്രിന്റ് ഓഫ് ഹലോ വേർഡ്, ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. പിന്നെ റിട്ടേൺ 0, ഇതാണ് റിട്ടേൺ. ഇതാണ് ജനറൽ സി പ്രോഗ്രാമിന്റെ ഒരു സിമ്പിൾ സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ. ആദ്യം ഹെഡർ ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതിനുശേഷം ഏതൊരു സി പ്രോഗ്രാമും മെയിലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഈ മെയിലിന്റെ തൊട്ട് മുന്നുള്ളത് ഫംഗ്ഷന്റെ റിട്ടേൺ ടൈപ്പ് ആണ്. അതൊക്കെ നമുക്ക് ഫംഗ്ഷൻ വരുമ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് നമ്മൾ ഈ ബ്രാക്കറ്റിലൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അത് ആർഗ്യുമെന്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ മെയിൻ്റെ അകത്ത് നമുക്ക് ആർഗ്യുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യാം. ഈ കേളി ബ്രാക്കറ്റിന്റെ അകത്ത് ഈ 4, 5, 6 ഈ ലൈൻസിലുള്ളതാണ് നമ്മുടെ ബോഡി ഇൻഡ് മെയിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളത്. നമുക്ക് എന്താണെന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഹെഡർ ഫയൽ ഇംഗ്ലീഷ്, അതാണ് ഹാഷ് ഇൻക്ലൂഡ് stdio.h. ഫസ്റ്റ് ലൈൻ ഹാഷ് ഇൻക്ലൂഡ് stdio.h. അതെന്താന്ന് വെച്ചാൽ ദിസ് ഫസ്റ്റ് കമ്പോണന്റ് ഈസ് ദി ഹെഡർ ഫയൽ ഇൻ എ സി പ്രോഗ്രാം. എ ഹെഡർ ഫയൽ ഈസ് എ ഫയൽ വിത്ത് എക്സ്റ്റൻഷൻ .h. അതായത് stdio.h അതിന്റെ എക്സ്റ്റൻഷൻ പറഞ്ഞ .h ആയിരിക്കും. ഈ ഹെഡർ ഫയൽ എന്തൊക്കെ ഉണ്ടാവുക, ഫംഗ്ഷൻ ഡിക്ലറേഷൻസ്, മാക്രോസ്, ഇതൊക്കെ നമുക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ തൽക്കാലം ശ്രദ്ധിച്ചിരിക്കും. ഫംഗ്ഷൻ ഡിക്ലറേഷൻസ്, മാക്രോസ്, ഇതിനൊക്കെ ഡെഫിനേഷൻസ് ഒക്കെ, മാക്രോയുടെ ഡെഫിനേഷൻസ്, ഫംഗ്ഷന്റെ ഡിക്ലറേഷൻ, ഇതൊക്കെ ഈ ഹെഡർ ഫയലാണ് ഉണ്ടാവുക. നമുക്ക് പ്രിന്റ് എഫ്, നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്ത പ്രിന്റ് എഫ് കൊണ്ടുള്ള ഫംഗ്ഷനിൽ ഇവിടെ യൂസ് ചെയ്ത പ്രിന്റ് എഫ്, ഈ പ്രിന്റ് എഫ് ഫംഗ്ഷന്റെ ഡിക്ലറേഷൻ ഒക്കെ ഈ stdio.h ഈ ഹെഡർ ഫയലായിരിക്കും ഉണ്ടായിരിക്കുക. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയൽ അവിടെ ആയിരിക്കും നമ്മുടെ പ്രിന്റ് എഫിന്റെ ഹലോ വേർഡ്, പ്രിന്റ് എഫിന്റെ ഡിക്ലറേഷൻ ആയിരിക്കും. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന് ഞാൻ ഹാഷ് ഇൻക്ലൂഡ് studio.h കൊടുത്തില്ലായിരിക്കാം. കൊടുക്കാണ്ട് ഈ പ്രോഗ്രാം ഞാൻ ജസ്റ്റ് റൺ ചെയ്തിരിക്കാം. ഞാൻ ജസ്റ്റ് റൺ ചെയ്യണം. റൺ ചെയ്യുമ്പോൾ എറർ കിട്ടും. ഇംപ്ലിസിറ്റ് ഡിക്ലറേഷൻ ഓഫ് ഫംഗ്ഷൻ പ്രിന്റ് എഫ്. അപ്പോൾ പ്രിന്റ് എഫ് നമ്മൾ നേരിട്ടാണ് ഉപയോഗിക്കുക, ഇതിന്റെ ഡിക്ലറേഷൻ ഇല്ല. അപ്പോൾ ഡിക്ലറേഷൻ എവിടെ കിടക്കുന്നത്, ഹാഷ് ഇൻക്ലൂഡ് studio.h ഇതിനെ കാണിക്കേണ്ട എററില്ല, എവിടെ കിടക്കുന്നത്. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് studio.h നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എറർ കിട്ടുന്നത്. അപ്പോൾ ആ ഹാഷ് ഇൻക്ലൂഡ് studio.h ജസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം പ്രിന്റ് എഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് പ്രിന്റ് എഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും, കാരണം പ്രിന്റ് എഫ് ഫംഗ്ഷന്റെ ഹെഡർ ഫയൽ പ്രിന്റ് എഫ് ഫംഗ്ഷൻ, പ്രിന്റ് എഫ് പറഞ്ഞ തന്നെ ഒരു ഫംഗ്ഷനാണ്. അതിന്റെ ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷൻ ഉള്ളത് ഈ ഒരു ഹെഡർ ഫയലിലാണ്. അപ്പൊ ഈ ഒരു ഹെഡർ ഫയൽ പ്രിന്റ് എഫ് മാത്രമല്ല, പ്രിന്റ് എഫ്, സ്കാൻ എഫ്, അങ്ങനെ കുറെ ഫംഗ്ഷന്റെ ഡിക്ലറേഷൻ ഉണ്ട്. നമ്മളിപ്പോ പ്രിന്റ് എഫ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഹലോ വേർഡ് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഹലോ വേർഡ് അല്ലാണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും പ്രിന്റ് ചെയ്യണമെങ്കിൽ വീണ്ടും പ്രിന്റ് എഫ് കുറച്ച് സ്പേസ് കൊടുത്തു, ഹായ് ഹൗ ആർ യു, ഹായ് ഹൗ ആർ, സെമിക്കോളൻ ടു ജസ്റ്റ് റൺ ചെയ്തു. വേണ്ട ഹലോ വേർഡ് ഹായ് ഹൗ ആർ യു. അതായത് പ്രിന്റ് എഫ് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഡിസ്പ്ലേയിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രിന്റ് എഫ് ഫംഗ്ഷൻ. ഈ പ്രിന്റ് എഫ് ഫംഗ്ഷന്റെ ഡിക്ലറേഷൻ ഉള്ളത് stdio.h ഹെഡർ ഫയലാണ്. അപ്പൊ ആദ്യം നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h ഹെഡർ ഫയൽ കൊടുക്കുക. അതിനുശേഷം ഇൻഡ് മെയിൻ, ഇതാണ് ബേസിക് പ്രോഗ്രാം സ്ട്രക്ചർ. കണ്ട, അതായത് ഇൻക്ലൂഡ് stdio.h ഹെഡർ ഫയൽ, പിന്നെ ഇൻഡ് മെയിൻ ഫംഗ്ഷൻ എന്തായാലും വേണം. മെയിൻ ഫംഗ്ഷൻ ആണ് സി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം കേളി ബ്രാക്കറ്റ്, പിന്നെ ഏറ്റവും അവസാനം റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. റിട്ടേൺ 0 കൊടുത്തുള്ളത് ഈ മെയിൻ ഫംഗ്ഷന്റെ റിട്ടേൺ ഇൻഡിജർ വാല്യൂ ആയതുകൊണ്ടാണ്. അത് റിട്ടേൺ ഒരു സക്സസ്ഫുള്ളി ഈ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്ത് കാണിക്കാണ് റിട്ടേൺ 0 കാണിക്കുന്നത്. ഇനി ഇവിടെ അതിന്റെ അകത്ത് കൊടുക്കുന്നതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ്. ഇതാണ് ബേസിക് സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ. പിന്നെ നമ്മുടെ പ്രോഗ്രാമിനനുസരിച്ച് ഇതിന്റെ അകത്തെ ബോഡി മാറും. നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന അനുസരിച്ച് ഇതിന്റെ അകത്തെ പ്രോഗ്രാംസ് അനുസരിച്ച് മാറും. ബേസിക് ആയിട്ടുള്ളതാണ് ഈ ഒരു ലൈൻ ഹെഡർ ഫയൽ, പിന്നെ ഇൻഡ് മെയിൻ, പിന്നെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ളത്. All lines that starts with hash are processed by preprocessor, which is a program invoked by the compiler. അതായത് ഹാഷ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഹാഷ് ഇൻക്ലൂഡ് ഹാഷ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ പ്രീ പ്രോസസർ പ്രോഗ്രാം കമ്പൈലർ ഇൻവോക്ക് ചെയ്യും. വിച്ച് ഇസ് എ പ്രോഗ്രാം ഇൻവോക്ഡ് ബൈ ദി കമ്പൈലർ. അതായത് ഹാഷ് ഇൻക്ലൂഡ് അവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ പ്രീ പ്രോസസർ കോപ്പി ചെയ്യും.
ഈ stdio.h എന്തൊക്കെയാണുള്ളത് അതൊക്കെ കോപ്പി ചെയ്തിട്ട് ഈ ഫയലിലേക്ക് ആയിരിക്കും. In the above example, the preprocessor copies the preprocessor's code of stdio.h to our file. നമ്മുടെ ഫയലിലേക്ക് ഇതെല്ലാം കോപ്പി ആയിട്ടുണ്ടായിരിക്കും. അതായത് stdio.h ഏതൊക്കെ ഫംഗ്ഷന്റെ ഡെക്ലറേഷൻ ആണുള്ളത്, ഏതൊക്കെ മാക്രോയുടെ ഡെഫിനേഷൻ ആണുള്ളത്, അതൊക്കെ നമ്മുടെ ഈ ഫയലിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും. ഇനി അതിന്റെ അകത്തുള്ള ഏതൊരു ഫംഗ്ഷൻ printf, scanf അങ്ങനെയുള്ള ഏതൊരു ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എററും കിട്ടില്ല. അതാണ് ആ ലൈൻ്റെ അർത്ഥം. പിന്നെ അതേപോലെ നമുക്ക് വേറെ ഇഷ്ടപ്രകാരമുള്ള ഹെഡർ ഫയൽസ് ഉണ്ട്. string.h അതായത് സ്ട്രിങ് ഹാൻഡിൽ ചെയ്യാൻ കുറെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ അതിന്റെ അകത്തുണ്ട്. പിന്നെ math.h മാത്തിന്റെ റൂട്ട് വാല്യൂ കണ്ടുപിടിക്കില്ലേ, 9 റൂട്ട് 3 ഒറ്റടി കണ്ടുപിടിക്കാനൊക്കെ അതിൽ കുറെ ഫംഗ്ഷൻ ഡിക്ലറേഷൻസ് ഉണ്ട്. അതിൽ കുറെ അത് യൂസ് ചെയ്യണമെങ്കിൽ math.h ഉള്ള ഹെഡർ ഫയൽ യൂസ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ലൈനാണ് ദി മെയിൻ എന്താ ഇൻറ്റി മെയിൻ പറഞ്ഞിട്ടുള്ള ലൈനിന്റെ ആ ലൈനാണ് നമ്മുടെ സ്റ്റാർട്ട് ഓഫ് ദി പ്രോഗ്രാം. ഏതൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും മെയിൻ ഫംഗ്ഷൻ നിന്നാണ് സ്റ്റാർട്ട് ആവുക. അപ്പോൾ ഒരു സി പ്രോഗ്രാം നമ്മൾ കണ്ടാൽ മെയിൻ എവിടെയാണോ, മെയിൻ നിന്നാണ് അല്ല പ്രോഗ്രാം സ്റ്റാർട്ട് ആവുക. മെയിൻ നിന്നായിരിക്കും ബാക്കിയുള്ള സബ് ഫംഗ്ഷൻസ്, വേറെ സെപ്പറേറ്റ് ഫംഗ്ഷൻസ് നമ്മളൊരു പ്രൈമറി നമ്പർ കാണാനോ അല്ലെങ്കിൽ 2 നമ്പർ ആഡ് ചെയ്യാൻ സബ് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മെയിൻ്റെ അകത്തായിരിക്കും കോൾ ചെയ്യുക. എല്ലാ പ്രോഗ്രാമും മെയിൻ നിന്നാണ് സ്റ്റാർട്ട് ആവുക. It is the entry point of a C program and the execution typically begins with the first line of the main. അതായത് മെയിൻ്റെ ഫസ്റ്റ് ലൈനിൽ നിന്നാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ആവുക. അതായത് ഈ ഒരു ലൈനിൽ നിന്ന് ഈ രണ്ട് ഇങ്ങനെ കൊടുക്കുന്നത് ഇങ്ങനെ ദിസ് പ്രിൻസ് ഹലോ വേൾഡ്. ഇത് ഈ 2 സ്ലാഷ് കൊടുക്കുന്നത് കമാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വേറൊരാൾക്ക് പ്രോഗ്രാം മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ 2 സ്ലാഷിൽ കൊടുക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ സിംഗിൾ ലൈനായിട്ട് കമന്റ് കൊടുക്കും. അതേപോലെ ഒന്നിൽ കൂടുതൽ ലൈനായിട്ട് നമുക്ക് കമാൻഡ് ചെയ്യണമെങ്കിൽ */ കൊടുക്കുക. അതിനുശേഷം */ അതിന്റെ നേരെ ഓപ്പോസിറ്റ് /* കൊടുക്കുക, */ കൊടുക്കുക. അതിന്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും പ്രിന്റ് ചെയ്യണമെങ്കിൽ ദിസ് പ്രോഗ്രാം ടു അണ്ടർസ്റ്റാൻഡ് how to print hello world. ഹായ്. ഒന്നിൽ കൂടുതൽ ലൈൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒന്നിൽ കൂടുതൽ ഇപ്പോൾ 2 ലൈന് ഞാൻ കമന്റ് ആയിട്ട് കൊടുത്തു. അങ്ങനെ കൊടുക്കണമെങ്കിൽ /* സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ */ സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ അകത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ കമന്റ് പ്രൊവൈഡ് ചെയ്യാം. ഒറ്റ കമന്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ 2 സ്ലാഷ് കൊടുത്താൽ മതി. ഞാൻ ഇത് ജസ്റ്റ് റൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് റൺ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, ഹലോ വേൾഡ് ഹായ് ഹൗ ആർ യു. പിന്നെ നമ്മൾ പറഞ്ഞ തന്നെ ദി empty brackets indicates that main doesn't take any parameters. അത് നമ്മൾ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുമല്ലോ. പിന്നെ int that was written before the main indicates the return type of main. അതെന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ കണ്ട ഈ മെയിൻ്റെ തൊട്ട് മേലെ മുന്നിൽ നമ്മൾ ഇൻഡ് ചെയ്തിട്ടുണ്ട്. അത് മെയിൻ ഫംഗ്ഷന്റെ റിട്ടേൺ ടൈപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് ആ ലൈനിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ ദി വാല്യൂ റിട്ടേൺ ബൈ ദി മെയിൻ ഇൻഡിക്കേറ്റ്സ് ദി സ്റ്റാറ്റസ് ഓഫ് ദി പ്രോഗ്രാം ടെർമിനേഷൻ. അതായത് നമ്മുടെ ഈ റിട്ടേൺ 0 അല്ലേ, ഈ 0 ആണ് നമ്മുടെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. അതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ സക്സസ്. അതായത് സക്സസ് ആയോ ഫെയിലിയർ ആയോ എന്ന് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു പോർഷൻ. സ്റ്റാറ്റസ് ഓഫ് ദി പ്രോഗ്രാം ടെർമിനേഷൻ അതാണ് ആ യൂസ് ചെയ്യുക. പിന്നെ ബോഡി ഓഫ് മെയിൻ മെത്തേഡ് ലൈൻ 3 to ലൈൻ 6 ആണ് നമ്മുടെ മെയിൻ ബോഡി. കേളി ബ്രാക്കറ്റിന്റെ അകത്ത് എന്താണ് എഴുതിയുള്ളത് അതാണ് നമ്മുടെ മെയിൻ ബോഡി. ഈ 2 കേളി ബ്രാക്കറ്റിന്റെ അകത്തുള്ളത് ഇതാണ് മെയിൻ ബോഡി എന്ന് പറയാം. പിന്നത്തെ ലൈനാണ് ദിസ് പ്രിൻസ് ഹലോ വേൾഡ്. അത് നമ്മൾ പറയുന്നത് കമന്റ്സ് ആർ യൂസ്ഡ് ഫോർ ദി ഡോക്യുമെന്റേഷൻ ഓഫ് ദി കോഡ് ഓർ ടു ആഡ് നോട്ട്സ് ഇൻ യുവർ പ്രോഗ്രാം ദാറ്റ് ആർ ഇഗ്നോർഡ് ബൈ ദി കമ്പൈലർ. കമ്പൈലർ അത് ഇഗ്നോർ ചെയ്യും. ആ പോർഷൻ നമ്മുടെ പ്രോഗ്രാമിൽ എക്സിക്യൂട്ട് ആവില്ല. പിന്നത്തെ ലൈനാണ് സ്റ്റേറ്റ്മെന്റ് ലൈൻ 4. അതാണ് പ്രിന്റ് ഓഫ് ഹലോ വേൾഡ്. പിന്നത്തെ ലൈനില്ലേ പ്രിന്റ് ഓഫ് ഹലോ വേൾഡ് അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഈ പ്രിന്റ് ഓഫ് ഹലോ വേൾഡിന് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ടു ദി കമ്പൈലർ. അതായത് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മുടെ കമ്പൈലറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിന്റെ അനുസരിച്ച് നമ്മുടെ പ്രോഗ്രാം അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടും. ഇൻ സി സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾവേസ് ടെർമിനേറ്റഡ് ബൈ എ സെമിക്കോളൻ. ഏതൊരു സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ സി പ്രോഗ്രാമിൽ കൊടുക്കുകയാണെങ്കിൽ അത് സെമിക്കോളം വെച്ചിട്ടായിരിക്കും ടെർമിനേറ്റ് ആയിരിക്കും. കണ്ടാ അത് സെമിക്കോളം വെച്ചിട്ടാണ് ടെർമിനേറ്റ് ആയിട്ടുള്ളത്. റിട്ടേൺ 0 അവിടെ സെമിക്കോളൻ. ഏതൊരു ലൈൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിലും അത് ടെർമിനേറ്റ് ചെയ്യുക സെമിക്കോളം വെച്ചിട്ടായിരിക്കും. ലാസ്റ്റ് വാല്യാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ലൈൻ 5 കൊടുത്തിട്ടാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. പിന്നുള്ളതാണ് ഇൻ ദിസ് പാർട്ടിക്കുലർ കേസ് വി യൂസ് printf ഫംഗ്ഷൻ ടു ഇൻസ്ട്രക്ട് ദി കമ്പൈലർ ടു ഡിസ്പ്ലേ ഹലോ വേൾഡ്. അതായത് ഈ ഒരു പ്രോഗ്രാമിൽ printf ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി. ഈ printf ഫംഗ്ഷന്റെ ഡിക്ലറേഷൻ ഏത് ഹെഡർ ഫയലിലുള്ളത് #include stdio.h.
പിന്നെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റത്തെ റിട്ടേൺ സീറോ. The last part of any C function is the return statement. The return statement refers to the return value from a function. അതായത് റിട്ടേൺ വാല്യൂ, ഒരു ഫംഗ്ഷനിൽ റിട്ടേൺ വാല്യൂ, അതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ ഡിപ്പെൻഡ് അപ്പോൺ ദി റിട്ടേൺ ടൈപ്പ് ഓഫ് ദി ഫംഗ്ഷൻ. അതായത് നമ്മുടെ ഈ ഒരു ഫംഗ്ഷനിൽ ഇൻഡിജർ ആണ് റിട്ടേൺ ടൈപ്പ്, അതുകൊണ്ടാണ് റിട്ടേൺ ടൈപ്പ് ഇൻഡിജർ ആയതുകൊണ്ട്. ക്യാരക്ടർ ആണെങ്കിൽ റിട്ടേൺ ടൈപ്പ് വേറെ ടൈപ്പ്. നമ്മുടെ സ്റ്റാർട്ട് ആവുന്നത് ഇൻഡി മെയിൻ നിന്നാണ് നമ്മുടെ പ്രോഗ്രാം മെയിൻ ഫംഗ്ഷൻ. The returned value may be used by an operating system to know the termination status of your program. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മുടെ ടെർമിനേഷൻ ഓഫ് പ്രോഗ്രാം, നമ്മുടെ പ്രോഗ്രാം അവസാനിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റും. The value 0 typically means successful termination. നമ്മളുടെ ടിപ്പിക്കലി റിട്ടേൺ 0 കൊടുക്കുന്നത് സക്സസ്ഫുൾ ആയിട്ട് ടെർമിനേറ്റ് ആയെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിപ്പിക്കലി റിട്ടേൺ 0 എന്ന് കൊടുക്കുന്നത്. ഇതാണ് ഒരു ബേസിക് സി പ്രോഗ്രാം സ്ട്രക്ചർ. ഹാഷ് ഇൻക്ലൂഡ് സ്റ്റുഡിയോ stdio.h, പിന്നെ ഇൻഡി മെയിൻ, പിന്നെ കേളി ബ്രാക്കറ്റ്, പിന്നെ ഇവിടെയും കേളി ബ്രാക്കറ്റ്, പിന്നെ റിട്ടേൺ 0. ഇതാണ് നമ്മുടെ സിംപ്ലി. പിന്നെ അതിന്റെ അകത്ത് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ സിംഗിൾ ലൈനിൽ കമന്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ 2 സ്ലാഷ് യൂസ് ചെയ്യും. സ്ലാഷ് ***, അത് ഒന്നിൽ കൂടുതൽ കമന്റ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യും. ഇത്ര നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കാൻ.